ഗുഡ് ഈവനിങ് ഓൾ. എല്ലാവരെയും മില്യൺ ബിസിനസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഇന്ന് നിഫ്റ്റി 50 ഒഴിച്ച് ബാക്കി നിഫ്റ്റി ബാങ്ക്, നിഫ്റ്റി മിഡ് ക്യാപ്പ്, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് എല്ലാം ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ സെൻസെക്സ് ഇന്നും റെഡിലാണ് ക്ലോസ് ചെയ്തത്. നിഫ്റ്റി ഇന്ന് 43 പോയിൻറ്റ് കുറഞ്ഞ് 23,696 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് എന്നാൽ 185 പോയിൻറ്റ് ഉയർന്നപ്പോൾ 53,43 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മിഡ് ക്യാപ്പ് 54,181 ക്ലോസ് ചെയ്തപ്പോൾ 367 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 17,109 ക്ലോസ് ചെയ്തപ്പോൾ 310 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. ഇന്ത്യ വിക്സ് ഇന്ന് 14.08 ക്ലോസ് ചെയ്തത്. സെൻസെക്സ് 313 പോയിൻറ്റ് ഇടിഞ്ഞപ്പോൾ 78,271 ക്ലോസ് ചെയ്തു. DAI ആക്ടിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് DAI 996 ക്രോസിൻ്റെ ബൈ ചെയ്തു. എന്നാൽ FII വീണ്ടും ഇന്ന് സെല്ലിംഗ് മോഡിലോട്ടാണ് പോയത്. നെറ്റ് സെല്ലേഴ്സ് 1,683 കോടി രൂപയുടെ സെല്ലാണ് നടന്നത്. ടോപ്പ് കമ്പനി ഗെയിനേഴ്സ് ആൻഡ് ലോസസ് നോക്കിക്കഴിഞ്ഞാൽ ഹിൻഡൽകോ 2.90% റാലി നടത്തി. ITC ഹോട്ടൽസ് 2.88%, ONGC 2.74%, അപ്പോളോ ഹോസ്പിറ്റൽ 2.44%, BPCL 2.19%, അദാനി പോർട്സ് 1.99%, കോൾ ഇന്ത്യ 1.70%, ബെൽ 1.49%, അദാനി എൻ്റർപ്രൈസസ് 1.10% ആൻഡ് ഇൻഡസ്ഇൻഡ് ബാങ്ക് 1.08% റാലി നടത്തി. എന്നാൽ ലോസസ് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യൻ പെയിൻ്റ് ഇന്ന് 3.4% ഇടിവാണ് കണ്ടത്. ടൈറ്റാൻ 2.99%, നെസ്ലെ ഇന്ത്യ 2.17%, ബ്രിട്ടാനിയ 1.96%, ഹിന്ദുസ്ഥാൻ യൂണിലിവർ 1.85%, L&T 1.53%, ബജാജ് ഫിൻസർ 1.18%, TCS 0.51%, ഏഷ്യ മോട്ടോഴ്സ് 0.40% ആൻഡ് മാരുതി 0.30% ഇടിവെന്ന് കണ്ടു. നിഫ്റ്റി ഈ വർഷത്തെ നോക്കിക്കഴിഞ്ഞാൽ 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി 23,742 സ്റ്റാർട്ട് ചെയ്ത നിഫ്റ്റി ഇന്ന് 23,696 ക്ലോസ് ചെയ്തപ്പോൾ 0.20% ലോസാണ് ഇതിലുണ്ടായിട്ടുള്ളത്. ഈ ആഴ്ചത്തെ നിഫ്റ്റിയുടെ മൂവ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ മൺഡേ 23,361 ക്ലോസ് ചെയ്തു. ട്യൂസ്ഡേ 23,739 ക്ലോസ് ചെയ്തു. വെനസ്ഡേ 23,696 ക്ലോസ് ചെയ്തു. ഇന്നത്തെ കമ്പനികളുടെ ബൈയിങ് ആൻഡ് സെല്ലിങ് നോക്കിക്കഴിഞ്ഞാൽ 1,969 കമ്പനികൾ ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. എന്നാൽ 857 കമ്പനികൾ ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്. സെക്ടർ വൈസ് ഡീറ്റെയിൽസ് നോക്കിക്കഴിഞ്ഞാൽ നിഫ്റ്റി ഓട്ടോ ഇന്ന് 17 പോയിൻറ്റ്സ് ഇടിഞ്ഞപ്പോൾ 23,517 ക്ലോസ് ചെയ്തു. നിഫ്റ്റി IT 42,888 ക്ലോസ് ചെയ്തപ്പോൾ 28 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി PSU ബാങ്ക് 6,329 പോയിൻറ്റ്സ് ക്ലോസ് ചെയ്തപ്പോൾ 64 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫിനാൻഷ്യൽ സർവീസസ് 23,664 43 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി ഫാർമ 21,868 ക്ലോസ് ചെയ്തപ്പോൾ 134 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി FMCG എന്നാൽ ഇന്ന് 890 പോയിൻറ്റ് ഇടിഞ്ഞ് 56,383 ക്ലോസ് ചെയ്തു. നിഫ്റ്റി മെറ്റൽ 8427 ക്ലോസ് ചെയ്തപ്പോൾ 125 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി റിയാലിറ്റി 937 പോയിൻറ്റ്സ് ക്ലോസ് ചെയ്തപ്പോൾ 17 പോയിൻറ്റ്സിൻ്റെ കുറവുണ്ടായി. നിഫ്റ്റി മീഡിയ 1650 ക്ലോസ് ചെയ്തപ്പോൾ 29 പോയിൻറ്റ്സിൻ്റെ ഗെയിൻ ഉണ്ടായി. നിഫ്റ്റി എനർജി 448 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 33,345 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ 6 പോയിൻറ്റ്സ് ഉയർന്ന് 8317 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഹെൽത്ത് കെയർ ഇൻഡെക്സ് 101 പോയിൻറ്റ്സ് ഉയർന്ന് 14,157 ക്ലോസ് ചെയ്തു. നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് 153 പോയിൻറ്റ്സ് ഉയർന്നപ്പോൾ 10,634 ക്ലോസ് ചെയ്തു. ഇന്ന് നിഫ്റ്റി ഓട്ടോയും നിഫ്റ്റി FMCGയും നിഫ്റ്റി റിയാലിറ്റിയും മാത്രമേ റെഡിൽ ക്ലോസ് ചെയ്തുള്ളൂ. ബാക്കിയുള്ള സെക്ടേഴ്സ് എല്ലാം ഇവിടെ കാണിക്കുന്ന സെക്ടേഴ്സ് എല്ലാം ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. Q3 റിസൾട്ട് ഡീറ്റെയിൽസ് ആണ് ഈ കാണുന്നത്. ഏഷ്യൻ പെയിൻറ്റ്സ് 23% ലോസാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ആസാദ് എഞ്ചിനീയറിംഗ് 50% പ്രോഫിറ്റ് കാണിച്ചു. ഭാരത് ബിജ്ലി 38% പ്രോഫിറ്റ് കാണിച്ചു. ബിർള കോർപ്പറേഷൻ 71% ലോസാണ് കാണിച്ചത്. ധനലക്ഷ്മി ബാങ്ക് എന്നാൽ 6 ടൈംസ് പ്രോഫിറ്റ് ഉയർന്ന് ഓൾമോസ്റ്റ് 650%ഓളം ധനലക്ഷ്മി ബാങ്ക് പ്രോഫിറ്റ് കാണിച്ചു. ഗാന്ധാർ ഓയിൽ റിഫൈനറി 59% ലോസാണ് കാണിച്ചത്. ഗീസ് വെഞ്ചേഴ്സ് 111% പ്രോഫിറ്റ് കാണിച്ചു. ഗ്ലോബൽ ഹെൽത്ത് 16% പ്രോഫിറ്റ് കാണിച്ചു. GPT ഇൻഫ്ര 50% പ്രോഫിറ്റ് കാണിച്ചു.
JG Chemical 60% പ്രോഫിറ്റ് കാണിച്ചു. എന്നാൽ JK Tyre 77% ലോസാണ് വന്നിരിക്കുന്നത്. മെഫത്ലാൽ ഇൻഡസ്ട്രീസ് 41% പ്രോഫിറ്റ് കാണിച്ചു. NSE 22% പ്രോഫിറ്റ് കാണിച്ചു. PC Jewelers 148 crores പ്രോഫിറ്റാണ് കാണിച്ചിരിക്കുന്നത്. രത്തൻ ഇന്ത്യ 191% ലോസാണ് കാണിച്ചിരിക്കുന്നത്. റെലിഗെയർ എൻ്റർപ്രൈസസ് 326% ലോസ്, വലിയ ലോസാണ് കാണിച്ചിരിക്കുന്നത്. ടാറ്റ പവർ 10% പ്രോഫിറ്റ് ഉണ്ടായി. തെർമാക്സ് 51% ലോസ് ഉണ്ടായി. ടൈറ്റൻ ഓൾമോസ്റ്റ് സെയിം ആണ്, 1% ലോസാണ് വന്നിട്ടുള്ളത്. ടോറൻ പവർ 31% പ്രോഫിറ്റ് കാണിച്ചു. വേൾപൂൾ 57% പ്രോഫിറ്റ് കാണിച്ചു. ഇനി നാളെ വരാതിരിക്കുന്ന Q3 റിസൾട്ടുകളാണ്. കരാരോ ഇന്ത്യ, മദർസൺ സുമി, NOCIL, റാനെ ഹോൾഡിംഗ്സ്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, ട്രെൻഡ് ലിമിറ്റഡ്, യൂണിഷം ലബോറട്ടറീസ് എന്നിവയുടെ Q3 റിസൾട്ടാണ് നാളെ പ്രതീക്ഷിക്കുന്നത്. മറ്റുള്ള ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ ജോബ്ലെസ് ക്ലെയിം ഡേറ്റ USA എന്ന് നാളെ വരുന്നുണ്ട്. BOE ഇൻട്രസ്റ്റ് റേറ്റ് ഡീറ്റെയിൽസ് അവരുടെ ഫൈനൽ ഡിസിഷൻ UK നാളെ 6 ഫെബ്രുവരിക്ക് വരുന്നുണ്ട്. ഇതാണ് മെയിനായിട്ടുള്ള അപ്ഡേറ്റ്സ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമൻറ്റ്സ് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും വീണ്ടും നന്ദി. ബൈ.